പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ നിമിഷം വരെ നമ്മെ കരുതി നടത്തി പരിപാലിച്ച ദൈവസ്നേഹത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം. നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വീഴാതെ നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ കർത്താവ് മതിയായവനാണ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യവും സങ്കീർത്തനങ്ങൾ 9-ന്റെ 7-ാം വാക്യവും. അവിടെ ഇങ്ങനെ പറയുന്നത്, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല, എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. അപ്പോൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുക, പലരും പറഞ്ഞിട്ടുണ്ട്, എനിക്കങ്ങനെ തോന്നുന്നില്ല, എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പലരും പറഞ്ഞ് മിക്ക കാര്യങ്ങളും തുച്ഛീകരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ പ്രിയമുള്ളവർ, അങ്ങനെയല്ല. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കണം. എല്ലാത്തിനും ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. ഈ ഒരു തിരിച്ചറിവ് ഇന്ന് ലഭിച്ചാൽ ആ തിരിച്ചറിവിനൊത്തവണ്ണം ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട്, ശിഷ്ടജീവിതം ദൈവഹിതത്തിനൊത്തവണ്ണം ക്രമപ്പെടുത്തി, ബുദ്ധിയില്ലാത്ത വ്യക്തികളെ പോലെയല്ല, പരിജ്ഞാനമില്ലാതെ നശിച്ചു പോകുന്നവരെ പോലെയല്ല, ദൈവീയജ്ഞാനത്താൽ നയിക്കപ്പെട്ട് നിത്യനായ ദൈവത്തോടു കൂടെ വാഴുന്നൊരു അനുഭവത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവജനം പറഞ്ഞ്, ആകയാൽ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ വിനിയോഗിച്ചു കൊള്ളണം. ഇവിടെ പറയും, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ സ്വന്തം മനസ്സാക്ഷി കൊണ്ട് കാര്യങ്ങളെ കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നുന്നില്ല. കാരണം മനസ്സാക്ഷി മലിനമായി അല്ലെങ്കിൽ മനസ്സ് തയമ്പിച്ച വ്യക്തികൾക്ക് ആദാമ്യ പാപപ്രകൃതത്താൽ സ്വയനീതിയിൽ ഞാനെന്ന ഭാവത്തിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു കുറ്റത്തെക്കുറിച്ചും ബോധമുണ്ടാവത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുകയാണ് ചെയ്യുന്നത്. അത് ഒരു വ്യക്തിയെ സമൂലമായി രൂപാന്തരപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക്, പാപവഴികളെ വിട്ടുതിരിയുന്ന ഒരു അനുഭവത്തിലേക്ക്, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതത്തിൻ്റെ വ്യക്തിത്വങ്ങളായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ പറയാണ്, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല. അപ്പോൾ സ്വയനീതി കൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, റോമാലേഖനം 5:1 നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ വിശ്വാസത്താലാണ് ഒരു വ്യക്തി ദൈവം നീതീകരിക്കുന്നത്. അപ്പം എന്തുവാ വിശ്വാസത്താൽ നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ദൈവം സ്വർഗത്തിൽ നോക്കുമ്പോൾ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായപ്പോൾ ദൈവം സ്വർഗത്തിലെ മഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവനീതിക്കൊത്തോണം എല്ലാ കാര്യങ്ങളും നിവർത്തിച്ച് മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷയായ മരണത്തെ താൻ ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ സന്നിധിയിൽ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നു എന്ന് ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ആണ് ആ വിശ്വാസത്താൽ ദൈവം അവനെ നീതീകരിക്കുന്നത്, നീതിമാനായി പ്രഖ്യാപിക്കുന്നത്. ആ വ്യക്തിയുടെ പാപി എന്ന പേരിനെ, പാപി എന്ന മേലെഴുത്തിനെ മാറ്റി എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് മരിച്ചു എന്ന് ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തെ ദൈവനീതിയായി കണക്കിടുകയാണ് ചെയ്യുന്നത്. ആ വ്യക്തി ഈ ഒരു ബോധ്യത്തിലാണ് ഇനി ജീവിക്കുന്നത്. യേശുക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ എല്ലാ ശിക്ഷയും ഏറ്റെടുത്ത് മരിച്ചു, ആകയാൽ ദൈവം എന്നെ നീതിമാനായി പ്രഖ്യാപിച്ചു, എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചു, രക്താംബരം പോലെ ചുവപ്പായ പാപങ്ങളെ മഞ്ഞുപോലെ വെണ്മയാക്കി എന്ന് ഒരു വ്യക്തി തിരിച്ചറിയുമ്പോൾ ആ ബോധ്യത്തിലാണ്, ആ ദൈവനീതിയുടെ ബോധ്യത്തിലാണ്
പിന്നീട് ആ വ്യക്തി ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവവചനം പറഞ്ഞത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുന്നത്. കൂടെ പറയാം, അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല, എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വസ്താലാണ് എല്ലാവരും നീതീകരിക്കപ്പെടുന്നത്. തുറന്നു പറയാം, എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. അപ്പോൾ വിധിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്ന ഒരു അനുഭവത്തിൽ നാം ഓരോരുത്തരും ജീവിക്കണം എന്നുള്ളതാണ് ദൈവഹൃദയത്തിലെ ആഗ്രഹം. ഞാൻ നീയുമായി കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ കാൽ ഉറച്ചു നിൽക്കുമോ എന്നൊരു ചോദ്യമുണ്ട് കർത്താവ്. അപ്പൊ അന്ന് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കണമെങ്കിൽ ഇന്ന് ദൈവനീതികത്തോടെ നമ്മൾ ജീവിക്കണം. അതിനാണ് ദൈവം നമുക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ വെളിപ്പെടുത്തി തരുന്നത്, ദൈവത്തിന്റെ കൃപ പകരുന്നത്, സാഹചര്യങ്ങളിലൊക്കെ മനസ്സ് പുതുക്കുവാനൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നത്. മാത്രമല്ല, സങ്കീർത്തനക്കാരൻ പറയാണ്, ന്യായവിധിക്കായി കർത്താവ് സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഓരോരുത്തനെ അവനവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ എൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രവാസകാലം ഭയത്തോടും വിറയലോടും കൂടെയാണ് നാം ജീവിക്കേണ്ടത് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാനായിട്ട്, ചെറിയ ശേഷിപ്പിലായിരിക്കാനായിട്ട്, കർത്താവിൻ്റെ വരവിൽ കണ്ണിമിക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെടുന്ന ദൈവ തേജസ്സിൻ്റെ വ്യക്തിത്വങ്ങളായി തീരുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹവും ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, അങ്ങ് ഞങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു. ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വീതി നീളം ഉയരും ആഴമൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടനെ എല്ലാപ്പെടാതെ കാക്കണം. പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യണം. വരവിൻ്റെ പ്രത്യാശ കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. കർത്താവ് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.